ദേ ഇത് കുടിച്ചിട്ട് പോയാ മതി. അയ്യോ, ഇനി ഇത് വേണ്ടായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ അത്ര കഷ്ടപ്പാടാണോ? അതിപ്പോഴാ ഞാൻ അറിയുന്നത്. അടുക്കളയിൽ നിന്ന് ജ്യൂസ് എന്ന് വിളിച്ചു പറഞ്ഞാൽ ജ്യൂസ് ആവില്ലല്ലോ. ഓ, ഫ്രിഡ്ജ് തുറക്കണം, ഫ്രൂട്ട്സ് എടുക്കണം, അത് കഴുകണം, കട്ട് ചെയ്യണം, ജ്യൂസർ കറണ്ടിൽ കണക്ഷൻ കൊടുക്കണം, ജാറ് കഴുകണം, ഫ്രൂട്ട്സ് എല്ലാം അതിലേക്കിട്ട് അത് ഓൺ ചെയ്യണം, കാത്തു നിന്ന് അത് ഓഫ് ചെയ്യണം, ഗ്ലാസ് കഴുകണം, അതിലേക്ക് അരിച്ചൊഴിക്കണം. ഇത്രയും പ്രോസസ്സ് ചെയ്തിട്ടാ ഞാൻ ഈ ജ്യൂസുമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണെന്ന്? ഇപ്പൊ മനസ്സിലായി. ഒരു ജ്യൂസിനെ കുറിച്ച് ഇത്രയ്ക്ക് വിശദമായിട്ട് ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതിങ്ങ് തന്നേക്ക്. കൊള്ളാം. എന്തായാലും എനിക്കിഷ്ടമായി. ഇഷ്ടാവും, എനിക്കറിയായിരുന്നു ഇഷ്ടാവൂന്ന്. ഞാൻ പറഞ്ഞത് ജ്യൂസിന്റെ കാര്യമല്ല. പിന്നെ അതെന്താന്ന് പിന്നീട് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാലേ പിന്നീട് ഇനി ജ്യൂസ് തരുമ്പോ പറയാൻ എന്തെങ്കിലും വേണ്ടേ? അതിഥിയെ സ്വീകരിക്കുന്നതും ആദ്യത്തെ മര്യാദയൊക്കെ നല്ലത് തന്നെ. അത് പക്ഷെ വരുന്നവരാരാണെന്നും ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കിയിട്ടേ പാടുള്ളൂ. അല്ല, നീ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി തെറ്റ് ചെയ്യരുതെന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അകത്തേക്ക് പോ.